നമുക്ക് അബിയുടെയും ജാനകിയുടെയും നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ? അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ജാനകിയോട് രാധാമണി ആ കാര്യങ്ങളൊക്കെ പറയണം. താൻ സേനെ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ട കാര്യങ്ങളൊക്കെ. രാധാമണി പറഞ്ഞു, സേൻ എൻ്റെ കയ്യെ വീഴാനായിട്ട് വന്നേ. എന്നെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സേൻ്റെ എൻ്റെ അടുത്തേക്ക് വന്നു. ആ സമയത്ത് എനിക്ക് അയാളെ കണ്ടിട്ട് മനസ്സിലായില്ല. അപ്പോഴേക്കും ജാനകി ചോദിച്ചു, എന്നിട്ട് അയാൾ എന്തു പറഞ്ഞു? എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് ചോദിച്ചു, അല്ല രാധാമണിക്ക് എന്നെ മനസ്സിലായോന്ന്. എനിക്ക് അയാളെ കണ്ടിട്ട് ഒരു പരിചയവും തോന്നില്ല, ഞാൻ മനസ്സിലായില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് അയാൾ പറയണേ, ഞാൻ സേനനാണ്. അത് കേട്ടതും എനിക്ക് അയാളെ മനസ്സിലായി. എൻ്റെ അച്ഛനെ കൊന്നവനാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നത്. സേനൻ പറഞ്ഞു, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി രാധാമണി, ഞാൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമോ ചെയ്തേ. രാധാമണിയുടെ മോളെ ഞാൻ കൊല്ലാനായിട്ട് ഒരുങ്ങി. പക്ഷെ ഞാൻ ചെയ്ത തെറ്റാ. അത് ഞാൻ മാത്രമല്ല, തമ്പിയും കൂടെ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഒരു കാര്യം ചെയ്യാം, ഞാൻ ചെയ്തു പോയ തെറ്റുകളൊക്കെ ഞാൻ പറയാം. എന്നെ മാപ്പ് സാക്ഷിയാക്കിയാൽ മാത്രം മതി. രാധാമണി പറഞ്ഞു, നിന്നെ മാപ്പ് സാക്ഷിയാക്കാനോ? അത് രാധാമണി, എന്നെ എങ്ങനെയെങ്കിലും ഈ ഊരാക്കുടിക്കുന്ന രക്ഷിക്കണം. രാധാമണി കേസുമായിട്ട് മുന്നോട്ട് പോവരുത്. അങ്ങനെ പോയാൽ പിന്നെ എനിക്കൊരിക്കലും ഒരു പിടിച്ചുവെപ്പുണ്ടാവില്ല. എൻ്റെ കുടുംബം, കുട്ടികളെ എല്ലാവരും നാണം കിട്ടുപോകും. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് എന്നെ വെറുതെ വിടണം. നിന്നെ ഞാൻ വെറുതെ വിടാടാ. ഈ കേസിൽ നിന്ന് വെറുതെ വിട്ടാലും പക്ഷെ ദൈവത്തിൻ്റെ കോടതിയിൽ നിനക്കൊരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല. എന്താണെന്നറിയാവോ? നീ എൻ്റെ അച്ഛനെ ജീവനോടെ തൂക്കിക്കൊന്നവനല്ലേടാ. പാവൻ്റെ അച്ഛനെ മർദ്ദിച്ചൊരു പരുവാക്കി അബോധാവസ്ഥയിലാക്കിയിട്ട് നീ പച്ചയ്ക്ക് കെട്ടിത്തൂക്കിയതല്ലേ. അപ്പോൾ പിന്നെ എനിക്ക് എങ്ങനെ സഹിക്കാൻ പറ്റൂടാ? എൻ്റെ കൺമുന്നിൽ തൂങ്ങിയാടുന്ന എൻ്റെ അച്ഛൻ്റെ രൂപമാണ്. ഈ കേസിൽ നിന്ന് നിന്നെ വെറുതെ വിട്ടാലും കൊലപാതക കുറ്റത്തിൽ നിന്നെ വെറുതെ വിടാൻ പറ്റില്ല. തമ്പി എന്നെ പീഡിപ്പിച്ച മാത്രമേ ഉള്ളൂ. പക്ഷെ നീ ചെയ്തോ? എൻ്റെ അച്ഛനെ കൊന്നു. ഒരു കൊലപാതകം ചെയ്തിട്ടാണ് നീ നിൽക്കുന്നത്. ഇനി നിനക്ക് രക്ഷയില്ലടാ. ഞാൻ കേസ് ഫയൽ ചെയ്യാൻ പോവാ. കേസ് ഫയൽ ചെയ്താൽ നീ അകത്താവും. അയ്യോ രാധാമണി, അങ്ങനെ പറയരുത്. എങ്ങനെ പറയണോടാ? ഇതറിഞ്ഞു കഴിയുമ്പോൾ നിൻ്റെ കുടുംബം, കുട്ടികളെല്ലാവരും നാണം കെടും. പിന്നെ നിനക്ക് വീട്ടിലേക്ക് ചെല്ലാൻ പറ്റുമോ? സമൂഹത്തിൻ്റെ മുന്നിൽ നീ കൊലപാതകയാവും. നിൻ്റെ ജോലി പോവും. നീ ലോക്കപ്പിൽ കിടക്കും. എടാ, അതിനേക്കാളും ഭേദം നിനക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. ഒരു മുഴം കയറിൽ നീ നിൻ്റെ ജീവിതം കൂടെ അവസാനിപ്പിക്കുക. പുറലോകം അറിഞ്ഞാൽ പിന്നെ നിനക്ക് നാണക്കേടുകൊണ്ട് തല ഉയർത്താൻ പറ്റില്ല. അതിനേക്കാളും ഭേദം നീ നിന്റെ ജീവിതം അവസാനിപ്പിക്കുന്ന. പറ്റുമെങ്കിൽ നീ പോയി തൂങ്ങിച്ചാവടാ. അതാ നിനക്ക് പറ്റിയ കാര്യം. ഇത് കേട്ടപ്പം തന്നെ ഒന്ന് നോക്കി സേനന്. എന്നിട്ട് അങ്ങോട്ടേക്ക് പോയി. രാധാമണി ഇതൊക്കെ ജാനകിയോട് പറഞ്ഞു. ജാനകി പറഞ്ഞു, എന്നിട്ടോ? പിന്നീട് എന്താ സംഭവിച്ചതെന്നറിയില്ല. പിന്നീട് ഞാൻ അയാളുടെ മരണവാർത്ത അറിയണേ. ഇതൊക്കെയാണ് സംഭവിച്ചത്. അല്ലാതെ വേറെ ആർക്കും ഈ മരണത്തിൽ പങ്കില്ല. അയാൾ ആത്മഹത്യ ചെയ്ത് തന്നെയാണ്. അപ്പോഴേക്കും ജാനകി പറഞ്ഞു, ചിലപ്പോൾ ശരിയായിരിക്കുമല്ലോ അമ്മേ. അതെ മോളെ, അത് തന്നെയാണ് എൻ്റെ സത്യാവസ്ഥ. അല്ലമ്മേ, അങ്ങനെയാണെങ്കിൽ അഭിയേട്ടൻ നിരപരാധി എന്നുള്ള എല്ലാവർക്കും മനസ്സിലാവില്ല. അഭിയേട്ടനെ പുറത്തിറക്കാൻ പറ്റില്ലേ? പറ്റും മോളെ. അഭി ഒരിക്കലും തെറ്റ് ചെയ്തിട്ടില്ല. അഭി നിരപരാധിയാ. അപ്പോഴേക്കും ജാനകി പറഞ്ഞു, അല്ലമ്മേ, ഹോസ്പിറ്റലിൽ സേനം വന്നതിൻ്റെ ചിലപ്പോൾ CCTV ദൃശ്യങ്ങൾ കാണത്തില്ലേ? അത് ചിലപ്പോൾ കാണും. പക്ഷെ ഞാനത് ശ്രദ്ധിച്ചില്ല മോളെ. അല്ല, എത്ര സമയം വന്ന് ഇന്ന് കാണും? ഒരു കുറച്ച് നിമിഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലമ്മേ, അത് പ്രശ്നമാവോ ഇനിയിപ്പോൾ അഭിയേട്ടനെ പുറത്തു വിടാനായിട്ട്? അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല. നീ ധൈര്യമായിട്ടിരിക്കും മോളെ. നീ എന്തിനാ വിഷമിക്കണേ? നിന്നോടൊപ്പം എന്തിനും ഇത് ഞാനില്ലേ എന്ന് പറഞ്ഞ് ജാനകിയെ സമാധാനിപ്പിച്ചു. അങ്ങനെ അന്ന് രാത്രിയിൽ ജാനകിക്ക് കിടന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ജാനകി കരഞ്ഞു, കൂടെ പൊന്നുവും കരഞ്ഞു. പൊന്നുവിനെ ചേർത്ത് പിടിച്ച് ജാനകി വിഷമിച്ച് ഇരിക്കുക. അതേപോലെ തന്നെയായിരുന്നു അഭി. സെല്ലിനുള്ളിൽ കിടന്നാലും അഭിക്ക് കണ്ണടയ്ക്കാനോ ഒന്ന് ഉറങ്ങാനോ കഴിഞ്ഞില്ല. ഭാര്യയുടെയും മകളുടെയും രൂപമായിരുന്നു മുന്നിൽ. ഒരു തെറ്റും ചെയ്യാതെയാണ് താനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യങ്ങൾ എപ്പോഴാണല്ലോ പുറത്ത് വരും. അതേ കാലം മൂടി വെക്കാൻ പറ്റില്ലെന്ന് അഭിക്കും മനസ്സിലായി. അങ്ങനെ പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പം നിരഞ്ജന വീടിന് തെളിവുകളൊക്കെ ശേഖരിച്ച് സക്കീർ ഭായും കുട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു. പിന്നീട് ശരത്തിനോട് പറഞ്ഞു, SI ശരത്തിനോട് പറഞ്ഞു, സാറേ ഇത് എല്ലാ വിവരങ്ങളും ഉണ്ട്. ഒരു തെറ്റും ചെയ്തിട്ടില്ല അഭിയേട്ടൻ നിരപരാധിയാ. വേണ്ടുന്ന CCTV ദൃശ്യങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സരസ് പറഞ്ഞു, അതെ എനിക്കറിയായിരുന്നു. അല്ലെങ്കിലും അഭി ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന്. പിന്നെ അതൊക്കെ ആ DYSPയുടെ ഹുങ്ക് കാണിച്ചല്ലേ. അവർക്ക് എന്തോ ഒരു സ്പെഷ്യൽ അജണ്ട ഉണ്ടായിരുന്നു തോന്നുന്നത്, അഭിയെ അറസ്റ്റ് ചെയ്യണമെന്ന്. അതുകൊണ്ടാണ് തോന്നുന്നു ഇങ്ങനെയൊക്കെ ചെയ്തത്. അപ്പോഴേക്കും അഭിയെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നു. അഭിയെ കണ്ടതും SI പറഞ്ഞു, ഇനിയിപ്പം നിങ്ങൾക്ക് വീട്ടിൽ പോകാം. അഭി പറഞ്ഞു, അതെങ്ങനെ ശരിയാവും സാർ? തെറ്റ് ചെയ്ത് ഞാനാന്ന് പറഞ്ഞ് ഒരു ദിവസം മൊത്തം എന്നെ ലോക്കപ്പിൽ ഇട്ടിട്ട് ഇപ്പം നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോളാൻ പറയുന്നോ? ഇത് എവിടുത്തെ ന്യായമാ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോഴേ ശരത്ത് പറഞ്ഞു, ദേബി നിങ്ങൾ തെറ്റുകാരനിൽ നിന്ന് മനസ്സിലായി. അല്ല, ആദ്യം ചോദ്യം ചെയ്തപ്പം സക്കീർ
വക്കീലിന് ഇതിനകത്തൊരു പങ്കെടുത്ത് മനസ്സിലായി. അതുകൊണ്ടാണ് പിന്നെ നിങ്ങളെ കുറച്ച് സമയം ഇവിടെ ലോക്കപ്പിലിട്ടതിന് കാരണം നിങ്ങളുടെ മേലുള്ള സംശയം മാറിയിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ സംശയങ്ങളൊക്കെ ക്ലിയറായി. എങ്ങനെ ക്ലിയറായി? അത് നിരഞ്ജന വക്കീല് CCTV ദൃശ്യങ്ങളുടെ കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. നിരഞ്ജന പറഞ്ഞു, അഭിയേട്ടൻ അന്നത്തെ ദിവസം സേന മരിക്കുന്ന ദിവസം അതിൻ്റെ പിറ്റേ ദിവസം ഒന്നും പുറത്തു പോയിട്ടില്ല. ആകപ്പാടെ പോയത് ക്യാൻറ്റീനിലും പിന്നെ മെഡിസിൻ വാങ്ങാനും മാത്രമാണ്. അത് മോളും കൂടെ ഉണ്ടായിരുന്നു, അല്ലാതെ വേറൊരിടത്തോട്ടും പോയിട്ടുമില്ല. അഭി പറഞ്ഞു, ഇതൊക്കെ ഞാനിവിടെ പറഞ്ഞ നിരഞ്ജനെ, പക്ഷെ ഇതൊന്നും ആരും വിശ്വസിക്കാൻ കൂട്ടാക്കില്ല. ശരത്ത് പറഞ്ഞു, ഞങ്ങൾക്കെല്ലാം വിശ്വാസമായി. പക്ഷേ എങ്കിലും വിശ്വസിക്കേണ്ട ചില ആൾക്കാരുണ്ടായിരുന്നു, അവർക്ക് വിശ്വാസം വരണ്ടായിരുന്നു. അതുകൊണ്ട് അഭി ഒരു ദിവസം സെല്ലിനകത്തിട്ട്. അപ്പോഴേക്കും അഭി പറഞ്ഞു, അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു വിടാൻ പറ്റുമല്ലോ സാറ്, ഇതിൻ്റെ പിന്നിൽ ആരാന്നറിയത്തില്ലേ? അറിയണ്ടേ? ഇതൊരു കൊലപാതകമാണോ അതോ അല്ലാതെ വേറെന്തെങ്കിലും സംഭവമാണോ എന്ന് അറിയത്തില്ലല്ലോ. അപ്പോഴേക്കുമാണ് ശരത്ത് ആ കാര്യങ്ങൾ പറയണേ. അപ്പം ശരത്തിന് വ്യക്തമായ തെളിവുകളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതിനെക്കുറിച്ച്. ശരത്ത് ഇതിനു മുമ്പ് DYSP വൈകിയനെ കാണാൻ ചെന്നായിരുന്നു. വൈകിയനെ കണ്ട് വൈകിയോട് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തിയായിരുന്നു. വൈകിയുടെ അടുത്തേന്ന് വേണ്ടുന്ന വിവരങ്ങളെല്ലാം കൊടുത്തു. വിവരങ്ങളെന്ന് പറഞ്ഞാൽ അഭി തെറ്റുകാരനല്ല. അഭിയെ 2 ദിവസം ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തു പോലും ഇറങ്ങിയിട്ടില്ല. പക്ഷെ വൈകിക്ക് അത് വിശ്വസിക്കാൻ പറ്റിയില്ല. വൈകി ചോദിച്ചു, അല്ല അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, ഹോസ്പിറ്റലിൽ അഭി ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെ ഈ കൊലപാതകം നടന്നു? അയാൾ തന്നെയായിരിക്കും ഇതിൻ്റെ പിന്നിൽ. അല്ല മാഡം, ഒരിക്കലും അല്ല. അഭി അത് ചെയ്തിട്ടില്ല. അഭി പുറത്തു പോയിട്ടില്ല. പക്ഷെ എന്തോ വൈകിക്ക് അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ട്. അപ്പോഴേക്കും SI പറഞ്ഞു, അതെ, വേറൊരു കാര്യമുണ്ട് മാഡം. ഈ കൊല്ലപ്പെട്ട അല്ലെങ്കിൽ ഈ മരണപ്പെട്ട അയാളുണ്ടല്ലോ സേനന്, അയാൾ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നോ? അതെ, അയാൾ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ടോ ആരെയാ കണ്ടേ? ആരെയും കണ്ടതെന്നും അറിയത്തില്ല. ഹോസ്പിറ്റലിലേക്ക് കയറുന്ന കണ്ടു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതേപോലെ തന്നെ ഇറങ്ങി പോകുന്നുണ്ടു. അല്ല, അയാൾ ആരോടെ സംസാരിച്ചെന്ന് കണ്ടോ? സംസാരിച്ച ആരോന്നും കണ്ടില്ല. പിന്നെ പുറത്തു പോയപ്പോൾ ആരെങ്കിലും അയാളുടെ കൂടെ ഉണ്ടായിരുന്നു? ആരുമില്ലായിരുന്നു. അയാൾ തന്നെയാണ് കാറിൽ കയറി പോയത്. അല്ല, നിങ്ങൾ ആ കാറ് പോയ വഴിയൊക്കെ CCTV ദൃശ്യങ്ങളുണ്ടോ എന്ന് നോക്കിയോ? അതൊക്കെ നോക്കി. അയാൾ തന്നെയോ കാറിലുണ്ടായിരുന്നുള്ളൂ. അയാൾ ഒരിടത്തും കയറിയില്ല. അയാൾ ആരെങ്കിലും ഫോളോ ചെയ്തായിരുന്നോ? അയാൾ ആരും ഫോളോ ചെയ്തിട്ടില്ല. പിന്നെ എന്താ സംഭവിച്ചത്? അയാൾ എങ്ങോട്ടേക്കാണ് പോയത്? അയാൾ ഒരു ഷോപ്പിൻ്റെ മുന്നിൽ ചെന്ന് കാർ നിർത്തി. ഷോപ്പിന് മുന്നിലോ? അതെ. അയാൾ അവിടെ നിന്ന് ഒരു കയറ് വാങ്ങി. കയറോ? അതെ. ഞങ്ങൾ പിന്നെ അവിടെ പോയി അന്വേഷിച്ചു. ആ കയറ് മേടിച്ച ആ കടയിൽ ചെന്ന് അന്വേഷിച്ചപ്പം അയാൾ കൃത്യമായിട്ട് ഇയാളുടെ സേൻ്റെ ഫോട്ടോ കാണിച്ച് കഴിഞ്ഞപ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. 4.5 മീറ്റർ നീളമുള്ള ഒരു കയറ് വാങ്ങിയായിരുന്നു അവിടുന്ന്, ആ ഷോപ്പിൽ നിന്ന്. മാഡം, ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ 4.5 മീറ്റർ നീളമുള്ള കയറിലാണ് സേനൻ തൂങ്ങിയെന്നേ. അപ്പോൾ അതിനർത്ഥം അയാളെ ആരും കൊന്നതല്ല, അയാൾ തന്നെ ആത്മഹത്യ ചെയ്താണ്. അയാൾ ആ കയറും വാങ്ങിക്കൊണ്ട് നേരെ ഗോഡൗണിന് അങ്ങോട്ടേക്കാണ് പോയത്. അവിടെയാണ് അയാൾ തൂങ്ങിയുന്നത്. ആ ഗോഡൗണിൽ അങ്ങോട്ടേക്ക് പോകുന്ന CCTV ദൃശ്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഇത് ശരിക്കും കൊലപാതകമല്ല മാഡം, അത് CI സാർ ആത്മഹത്യ ചെയ്താ. അപ്പോഴേക്കും വൈകിക്കാതെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. പിന്നീട് ഈ കാര്യങ്ങളൊക്കെ അഭിയോടും നിരഞ്ജനോടും ഒക്കെ പറയണം, ഇതൊക്കെയാണ് സംഭവിച്ചത്, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോഴേക്കും നിരഞ്ജന പറഞ്ഞു, അല്ല ഇതിൻ്റെ പേരിൽ ഇനി പ്രശ്നം ഉണ്ടാവുമോ? ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. അഭി സക്കീർ വക്കീലും കുറ്റക്കാരനല്ലെന്ന് തെളിഞ്ഞു. അവർക്ക് യാതൊരു പങ്കുമില്ല ഇതിനകത്ത്. അതുകൊണ്ട് നിങ്ങളെ വിട്ടയക്കാനായിട്ടാണ് DYSP മാഡം പറഞ്ഞിരിക്കുന്നത്. അഭി പറഞ്ഞു, ഇപ്പോഴെങ്കിലും ഞങ്ങളുടെ നിരപരാധിത്വം ബോധ്യപ്പെട്ടല്ലോ. പക്ഷേ ഒരു നിരപരാധിയെ കൊണ്ട് നിങ്ങളുടെ ലോക്കപ്പിൽ ഇട്ടിട്ട് നിങ്ങൾക്ക് എന്ത് സുഖം കിട്ടിയത്? അപ്പോഴേക്കും നിരഞ്ജനോട് ശരത്ത് പറഞ്ഞു, അതെ, കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക അഭിയെ. നിരഞ്ജന പറഞ്ഞു, അഭിയേട്ടാ, ഇനിയിപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. ഇതിൻ്റെ പേരിൽ ആ കേസ് ക്ലോസ് ചെയ്തെന്നാണ് പറഞ്ഞത്. കേസ് ക്ലോസ് ചെയ്തോ? അതെ, ആ കേസ് ക്ലോസ് ചെയ്തു. സേന ആത്മഹത്യ എന്നും പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ പേരിൽ ഇനി ആരും ചോദിച്ചു ചെയ്യപ്പെടാൻ പോകുന്നില്ല. അത് കേട്ടപ്പോൾ അഭിക്ക് സന്തോഷ സമാധാനമായി. വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ. അങ്ങനെ അഭിയെ കൂട്ടിക്കൊണ്ട് നിരഞ്ജന വീട്ടിലേക്ക് പോരുക. ഈ സമയത്ത് രാധാമണി തമ്പിയെ കാണാനായിട്ട് വീട്ടിലേക്ക് വന്നു. തമ്പി ഒട്ടും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ ചെന്ന് കയറി കഴിഞ്ഞപ്പോൾ തമ്പി ഇറങ്ങി വന്നു. രാധാമണിയെ കണ്ടപ്പോൾ ഞെട്ടി. എന്താ തമ്പി, എന്നെ ഇവിടെ പ്രതീക്ഷിച്ചില്ലല്ലേ? രാധാമണി, നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ? നീ ഇവിടെ നിൽക്കണ്ട, പെട്ടെന്ന് പോ. വസുന്ധര ക്ഷേത്രത്തിൽ പോയേക്കുക, ചിലപ്പോൾ ഇപ്പോഴേക്കും വരുമായിരിക്കും. വരട്ടെ, എനിക്കങ്ങനെ പേടിയൊന്നുമില്ല തമ്പി. നീ എൻ്റെ മോളെ എൻ്റെ മരുമോനെ ഇല്ലാതാക്കാൻ വെല്ലുവിളിച്ചാൽ പിന്നെ എനിക്ക് നിന്നെ കാണാതിരിക്കാൻ വരാൻ പറ്റില്ലല്ലോ. നിന്നെ ഒന്ന് കാണാൻ വേണ്ടി വന്നേ തമ്പി. നീ വിജയാഘോഷിക്കാൻ വീട്ടിലേക്ക് വന്നു. അതിൻ്റെ പേരിൽ എൻ്റെ മോൾ ഇപ്പോഴും എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. പക്ഷേ എനിക്കത് ഒഴിവാക്കായിരുന്നു. ഞാൻ എൻ്റെ നാവിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞായിരുന്നെങ്കിൽ നീ ഇപ്പം ഇങ്ങനെ നിൽക്കില്ല എൻ്റെ മുന്നിൽ. നീ അകത്ത് കിടക്കും. നിനക്ക് പുറലോകം കാണാൻ പോലും പറ്റില്ല.
എന്നിട്ടാണ് തമ്പി നീ വലിയ പാചകം അടിച്ചുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നത്. നിനക്ക് നാണം ഉണ്ടായിരുന്ന വരുമായിരുന്നോ തമ്പി? പിന്നെ സേനൻ്റെ കാര്യം, സേനെ കൊലപാതകം എന്നാലും പറഞ്ഞല്ലായിരുന്നേ. പക്ഷെ സേനെ ആത്മഹത്യ ചെയ്തു. ഞാൻ അയാളൊന്ന് കണ്ടായിരുന്നു. അയാൾ എൻ്റെ കാല് പിടിച്ച് വന്നായിരുന്നു. പക്ഷേ കാല് പിടി കൊണ്ടൊന്നും ഒരു ഗുണം ഉണ്ടായില്ല. എന്നെ കണ്ടതിൻ്റെ പിറ്റേ ദിവസം അയാളൊന്ന് തൂങ്ങിയാടി. ഇനിയിപ്പോൾ അത് അടുത്തത് കിട്ടാൻ പോകുന്നേ നിനക്കാ തമ്പി. നീ ചെയ്ത് കൂട്ടിയ തെറ്റുകൾക്കെല്ലാം ഉള്ള ശിക്ഷ നിനക്ക് കിട്ടാൻ പോവാ. അതധികം താമസമില്ല. ഈ രാധാമണിയാണ് പറയുന്നത്. ഇപ്പം നിൻ്റെ ഏറ്റവും വലിയ ശത്രു ഈ രാധാമണിയാണ്. പെട്ടെന്ന് തമ്പി പറഞ്ഞു, രാധാമണി നീ പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ, ഞാൻ ഇനി ഒരു കുഴപ്പത്തിനും വരില്ല. അത് നീ പറയും, പക്ഷെ ഞാനിത് വിശ്വസിക്കില്ല തമ്പി. എനിക്ക് ജീവിക്കണം, എൻ്റെ മോൾക്ക് ജീവിക്കണം. അതിനു വേണ്ടി നിന്നെ കൊല്ലാനും തയ്യാറായിട്ടാണ് ഞാൻ നടക്കുന്നത്. ഇനി ഞാൻ പിന്നോട്ടില്ല, മുന്നോട്ട് വെച്ച കാല് പിന്നോട്ടില്ല. നിനക്കെതിരെ ഞാൻ കോടതിയിൽ മൊഴി കൊടുക്കും. എന്താ സംഭവിക്കുന്നത് നമുക്ക് കാണാം. പിന്നെ ഇത്രയും നാളും നിൻ്റെ അടുത്തേക്ക് ഞാൻ ഒരു പ്രശ്നത്തിലും വന്നില്ല. വേണമെങ്കിൽ നിൻ്റെ മകൾ അപർണ അവിടെ കിടന്ന് ഓരോ കൂത്ത് കാണിക്കുമ്പം അവളുടെ സത്യാവസ്ഥകളൊക്കെ തുറന്നു പറയായിരുന്നു. അപ്പോഴേക്കും ജാനകി പറഞ്ഞ് വേണ്ടമ്മേ. കാരണം എന്താണെന്നറിയാവോ, ജാനകി ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല നിൻ്റെ മകളാണെന്ന് അവൾ അറിയപ്പെടാനായിട്ട്. അവൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. എനിക്ക് അച്ഛനില്ല എന്ന് അങ്ങനെ അങ്ങ് കരുതിയാൽ മതി എന്ന് ഓർത്താ അവളിരിക്കുന്നത്. അവൾ എന്തെങ്കിലും സത്യം വിളിച്ചു പറഞ്ഞായിരുന്നെങ്കിൽ നിൻ്റെ മകൾ അപർണ നിന്നെ തൂക്കിലേറ്റാണ്. ഇനി വരാൻ പോകുന്നുള്ളൂ തമ്പി, നിനക്കിട്ട് കിട്ടാൻ പോകുന്നുള്ളൂ. ഈ രാധാമണി വത്സരാന്ന് ആരാന്ന് നീ ശരിക്കും അറിയാൻ പോകുന്നുള്ളൂ. അതും പറഞ്ഞ് വിളിച്ചിട്ട് രാധാമണി വത്സരം അങ്ങോട്ടേക്ക് ഇറങ്ങുവാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.